അള്ളാഹുവിനെ കാണാൻ അള്ളാഹു ഇത്രയും ബഹുമാനം കൊടുത്ത നേതാവ് ഏറ്റവും അധികം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത് അവിടുന്നാണ്. കരഞ്ഞിട്ട് തങ്ങളുടെ മുസല്ല മുഴുവനും നനഞ്ഞ്, അതുപോലെ തന്നെ താടിരോമങ്ങളൊക്കെ നനഞ്ഞ്, സുജൂദിന്റെ സ്ഥലങ്ങളൊക്കെ നനഞ്ഞ്, മാറിടം മുഴുവനും നനഞ്ഞ്, ആ കരച്ചിലിന്റെ രംഗം കണ്ട രാത്രിയെപ്പറ്റി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതമുള്ള സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി കരഞ്ഞുകൂട്ടിയതാണ്. അന്നല്ലേ 10 ആയത്തുകൾ അവതരിച്ചത്. സൂറത്തു ആലു ഇമ്രാന്റെ അവസാനത്തിലുള്ള 10 ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെ ആകാശഗംഗയിലേക്കും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്കും അള്ളാഹു നൽകിയിരിക്കുന്ന പ്രകൃതിയുടെ സംവിധാനങ്ങളിലേക്കും നോക്കിയിട്ട് ഓരോ വിശ്വാസിയും ഓതൽ സുന്നത്തുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ الباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നരകശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാണ്. പിന്നെയും ചോദിക്കുന്ന നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ തന്നെയാണ്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് പാപമോചനം തേടുന്ന 5 പ്രാർത്ഥനകൾ അടങ്ങുന്ന ആ 10 ആയത്തുകൾ ആലു ഇമ്രാൻ സൂറത്തിന്റെ അവസാനത്തുള്ള 10 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന ആയത്തോടെ അവസാനിക്കുന്ന 10 ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെ നല്ലോണം ചിന്തിച്ച് ഓതേണ്ട ആയത്തുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും കൂടുതൽ തങ്ങൾ കണ്ണീരൊഴുക്കി കരയുന്നത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയെ, ഇങ്ങനത്തെ ഒരു രാത്രി ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത്രയും അധികം തങ്ങൾ കരയുന്ന ഒരു രാത്രി. ഒരു കരച്ചിൽ കൊണ്ട് മുസല്ലയുടെ സുജൂദിന്റെ ഭാഗം മൊത്തം നനഞ്ഞു. അടുത്തൊരു കരച്ചിൽ കൊണ്ട് മാറിന്റെ ഭാഗങ്ങളൊക്കെ നനഞ്ഞു. അടുത്തൊരു കരച്ചിൽ കൊണ്ട് ഇരിക്കുന്നതിന്റെ അത്തഹിയാത്തിലിരിക്കുന്ന കാലിന്റെ ഭാഗങ്ങളിലേക്ക് കണ്ണീർ ഒഴുകിക്കൊണ്ട് അവിടെ നനഞ്ഞു. താടിരോമങ്ങളൊക്കെ നനഞ്ഞു കുതിർത്തു. ഇത്രയും വലിയൊരു കരച്ചിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, ഇന്നത്തെ രാത്രി 10 ആയത്തുകൾ അല്ലാഹു എനിക്ക് ഇറക്കി തന്നു.